ടീച്ചർ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് അതിലെ 10th ചാപ്റ്റർ ആയ ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ആണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ 10th ചാപ്റ്റർ ആണ് ഡെമോക്രസി ആൻഡ് റൈറ്റ്സ്. എന്താ ഡെമോക്രസി പറഞ്ഞാല്? യെസ്, നമ്മളെ ഇന്ത്യ എന്താ ഡെമോക്രാറ്റിക് കൺട്രി ആണ് അല്ലെ. എന്താണ് ജനാധിപത്യവും അല്ലെ. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യവും പിന്നെ അതിന്റെ റൈറ്റ്സ് അവകാശങ്ങളും അല്ലെ. നമുക്ക് ഒരുപാട് അവകാശങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താ നമുക്ക് നോക്കാം. നമുക്ക് ഗാന്ധിജിയാണല്ലേ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, then I have always fought against white domination and I have fought against black domination. I have cherished the ideal of a democratic and free society in which all persons live together in harmony and with equal opportunities. It is an ideal which I hope to live for and to achieve. All of us will be equal in a democracy. നെൽസൺ മണ്ടേല അല്ലെ. കണ്ട നെൽസൺ മണ്ടേല അല്ലെ. നെൽസൺ മണ്ടേല എന്താണ് പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് എന്താണ്? രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അല്ലെ. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എന്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും. ആരാണ്? നെൽസൺ മണ്ടേല പറഞ്ഞാണ് അല്ലെ. എന്താ സംഭവം എന്താണ്? ഈ രാജ്യത്തുള്ള എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ നെൽസൺ മണ്ടേല പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലെ. എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നെൽസൺ മണ്ടേല പടവെട്ടിയത്? എന്തൊക്കെയാണ്? ഐ ഹാവ് ചെറിഷ്ഡ് ഐഡിയൽ ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് ഫ്രീ സൊസൈറ്റി അല്ലെ. എന്താണ്? സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവും ഉള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് നെൽസൺ മണ്ടേല പടവെട്ടുന്നത് അല്ലെ. ഇത് നേടിയെടുക്കുകയാണ് എന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ? അതൊക്കെ നേടിയെടുക്കുക എന്നല്ലേ. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും അല്ലെ. ഓക്കെ, then these are the words of Nelson Mandela, who fought against the anti-democratic government in South Africa. What kind of a state was he fighting for? He dreamed of a democratic system where everyone is considered equal. In earlier classes you have learned about democracy. അപ്പൊ എന്താണ് ഇവിടെ ഈ ആഫ്രിക്കയിലുള്ള അല്ലെ, എന്താണ് സൗത്ത് ആഫ്രിക്കയിലുള്ള ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ എന്താണ് സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ വായിച്ചല്ലോ അല്ലെ. ആരാണ് ഈ നെൽസൺ മണ്ടേല? നെൽസൺ മണ്ടേല എന്താണ് ഈ സൗത്ത് ആഫ്രിക്കയുടെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് അല്ലെ മുകളിൽ തന്നിരിക്കുന്നത്. ഏത് തരം രാഷ്ട്രത്തിന് വേണ്ടിയാണ് മണ്ടേല പടപൊരുതിയിരുന്നത്? ഏത് തരം ഇതിലിരുന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഏത് തരം എന്നുള്ളത് അല്ലെ. എന്താണ്? the ideal of a democratic and a free society in which all persons live together in harmony and with equal opportunities അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പടപൊരുതി അല്ലെ. എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അല്ലെ. എല്ലാവരെയും എന്താക്കണം? തുല്യരായിട്ട് പരിഗണിക്കണം അല്ലെ. അത് അങ്ങനത്തെ ഒരു വ്യവസ്ഥയാണ് അദ്ദേഹം എന്താക്കിയത്? സ്വപ്നം കണ്ടത് അല്ലെ. അപ്പം ഡു യു സ്റ്റഡി എന്താണ് ഇൻ earlier classes you have learned about ഡെമോക്രസി അല്ലെ. നിങ്ങൾ എന്താണ് ഇതിന്റെ മുന്നേ ഉള്ള ഇതിലൊക്കെ എന്താ ജനാധിപത്യം എന്ന് മുൻ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. ഹിസ്റ്ററി ടീച്ചേഴ്സ് that democratic movements have sprung up wherever non-democratic governments existed. Given below is a remarkable example for the struggle for a democratic form of government. Find out more examples and expand the list. എന്താ മക്കളെ ഇവിടെ പറയുന്നത്? എന്താണ് ജനാധിപത്യം എന്ന്, എന്താണ് ഡെമോക്രസി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ മുൻ ക്ലാസ്സിലൊക്കെ. ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റുകൾ എവിടെയൊക്കെ നിലനിന്നോ അവിടെയൊക്കെ എന്താണ് ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജനാധിപത്യ ഭരണക്രമത്തിന് വേണ്ടി നടന്ന സമരങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം താഴെ തന്നിരിക്കുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എന്താക്കുക? നിങ്ങൾ ഈ ടേബിൾ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഒന്നെന്താ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അല്ലെ. നമുക്ക് എന്താണ് നമ്മൾ നന്നായി അടിച്ചമർത്തിയ ആൾക്കാരാണല്ലേ ഇന്ത്യക്കാർ പണ്ടില്ലേ. അപ്പൊ എന്താക്കിയ ഇതിനു വേണ്ടിയിട്ട് എന്താ സമരം ചെയ്തു അല്ലെ. ജനാധിപത്യ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായില്ലേ അവിടെ. അങ്ങനെ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. ഓക്കെ, നോക്കൂ, ഇതാരാ? നെൽസൺ മണ്ടേല അല്ലെ. ആരാ നെൽസൺ മണ്ടേല? നെൽസൺ മണ്ടേല വാസ് ബോൺ ഓൺ 18th July 1918 in Transkei in South Africa. He belonged to the Xhosa tribe. He fought for the rights of the blacks.
who constitute 80% of the population in South Africa. He was the leader of the African National Congress. He was accused of treason and was kept imprisoned for 26 years, 7 months and 10 days. Released on 11th February 1990. He became the president of South Africa on 10th May 1994. He died on 5th December 2013 at the age of 95. അല്ലേ? ആരാണ് നെൽസൺ മണ്ടേല? നെൽസൺ മണ്ടേല എന്താണ് സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്കോയ് ഗ്രാമത്തിൽ എന്താണ് കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു ഈ നെൽസൺ മണ്ടേല. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയി. ആരി നെൽസൺ മണ്ടേല അല്ലെ became president of South Africa അല്ലെ on 10th May 1994 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ പ്രസിഡന്റ് ആയത്. 2013 ഡിസംബർ 5 എന്താക്കി 95 വയസ്സിൽ എന്തായി അദ്ദേഹം അന്തരിച്ചു അല്ലെ. അയാൾ മരിച്ചത് എന്താണ് 2013 ഡിസംബർ 5 അദ്ദേഹം ഡൈഡ് ആയത് അല്ലെ. ഓക്കെ, അപ്പൊ നെൽസൺ മണ്ടേല ആരാണ്? നമ്മളെ എന്താണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആണ് അല്ലെ. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക എന്ന് വെച്ചാൽ ആരാണ്? നെൽസൺ മണ്ടേല അല്ലെ. എന്നാണ് നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയിലെ പ്രസിഡന്റ് ആയത്? 10th May 1994 അല്ലെ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ എന്താണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ആണ് നമ്മൾ എന്താണ് ജനാധിപത്യ ഭരണക്രമത്തിന് വേണ്ടി നടന്ന സമരങ്ങളിൽ ഒന്ന് അല്ലെ. പിന്നെ while democratic system is widely accepted, non-democratic governments also exist in different countries. One features distinguish a democratic government from other forms of government. Which are the different forms of government that exist in the world today? Observe the news headlines given below. എന്താണ് ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിൽ എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ് നിലനിൽക്കുന്നു. എന്തെല്ലാം സവിശേഷതകളാണ് ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? എന്തൊക്കെ ഭരണക്രമങ്ങളാണ് ലോകത്ത് നിലനിൽക്കുന്നത്? തന്നിരിക്കുന്ന ഈ വാർത്താ ഹെഡ്ലൈൻസ് ഒക്കെ നോക്കുക, നിരീക്ഷിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഡെമോക്രാറ്റിക് സിസ്റ്റം വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ എന്താണ് വിവിധ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ എന്താണ് ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ്, എന്തെല്ലാം സവിശേഷതകളാണ് ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഡെമോക്രാറ്റിക് ഗവൺമെന്റുകൾ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെ ഭരണക്രമങ്ങളാണ് ലോകത്ത് നിലനിൽക്കുന്നത്? തന്നിരിക്കുന്ന വാർത്താ ഹെഡ്ലൈൻസ് നോക്കുക. എന്തൊക്കെയാണ് ഇവിടെ നോക്കിയേ? കിങ് ഓഫ് ഭൂട്ടാൻ അറൈവ്സ് ഫോർ 4-day വിസിറ്റ്. എന്താണ്? ഭൂട്ടാൻ രാജാവ് 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തലസ്ഥാനത്തെത്തും. പിന്നെന്താണ് അടുത്ത് പറയുന്നത്? സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ബൈ ഡെമോക്രാറ്റ്സ് അഗെയിൻസ്റ്റ് മിലിറ്ററി റൂൾ ഇൻ മ്യാൻമർ. എന്താണ്? മ്യാൻമറിൽ പട്ടാള ഭരണകൂടത്തിനെതിരെ ജനാധിപത്യവാദികൾ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. പിന്നെന്താ പറയുന്നത് അവിടെ? എന്താണ് അതവിടെ വരുന്നത്? കമ്മീഷൻ പകരം സംവിധാന നീതി ആയോഗ്. നീതി ആയോഗ് വിൽ റീപ്ലേസ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ. പ്രൈം മിനിസ്റ്റർ. എന്താണ്? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം നീതി ആയോഗ്. പ്രധാനമന്ത്രി. ബ്രൂണൈ സുൽത്താൻ വിൽ ഡിക്ലെയർ ഹിസ് സക്സസർ ടുഡേ. എന്താണ്? ബ്രൂണൈ സുൽത്താൻ തന്റെ പിൻഗാമിയെ ഇന്ന് പ്രഖ്യാപിക്കും. അപ്പൊ നോക്കിയാ ഈ 4 ഇത് അല്ലെ, ഈ 4 ഇങ്ങനത്തെ ഭരണങ്ങളാണ് അവിടെ നിന്നത്. ഒന്ന് നോക്കും, മ്യാൻമാറിൽ മിലിറ്ററി റൂൾ അവിടെ വരുന്നത് അല്ലെ. മറ്റേത് കിങ് റൂൾ ആണ് അല്ലെ. പിന്നെ ഒന്ന് നമ്മൾ എന്താണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന് ഡെമോക്രാറ്റിക് റൂൾ ആണ് വരുന്നത് അല്ലെ. പിന്നെ സുൽത്താൻ റൂളും നോക്കാം നമുക്ക്. Let us arrange the countries and governments mentioned in the news headlines as follows. ഈ വാർത്തകളിൽ നൽകിയിരിക്കുന്ന രാജ്യങ്ങളെയും അവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റുകളെയും നമുക്ക് താഴെ പറയും പ്രകാരം ക്രമീകരിക്കാം. നോക്കൂ ഇവിടെ നോക്കിയേ. കൺട്രി ഭൂട്ടാൻ എന്താണ്? ഈ ഫോം ഓഫ് ഗവൺമെന്റ് എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആണ് അല്ലെ. എന്താണ്?
ഈ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഈ ഭൂട്ടാനിലുള്ളത് അല്ലെ. ഭൂട്ടാനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൂട്ടാൻ കിങ് എന്നാണ് അല്ലെ. അപ്പൊ കിങ് വരുന്ന രാജാവ് വരുന്ന പറഞ്ഞാൽ അവിടെ രാജവാഴ്ചയാണ് അല്ലെ. കിങ്ങിന്റെ ഒരു വാഴ്ചയാണ് അവിടെ അല്ലെ. ഇനി ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യന്റെ പറഞ്ഞ എന്താണ്? പ്രൈം മിനിസ്റ്റർ അല്ലെ. നീതി ആയോഗ് വിൽ റീപ്ലേസ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ പ്രൈം മിനിസ്റ്റർ അല്ലെ. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ ഡെമോക്രസിയാണ് അല്ലെ. ഇനി ബ്രൂണയിൽ എന്താണ്? സുൽത്താനേറ്റ് ആണ് അല്ലെ. സുൽത്താൻ ഭരണമാണ് ബ്രൂണയിൽ. ഇവിടെ നോക്കൂ ഇത് കണ്ടോ, ബ്രൂണൈ സുൽത്താൻ വിൽ ഡിക്ലെയർ ഹിസ് സക്സസർ ടുഡേ അല്ലെ. അപ്പൊ എന്താണ്? അവിടെ സുൽത്താനാണ് അല്ലെ. അവിടെ സുൽത്താനേറ്റ് ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത്. ഇനി മ്യാൻമറിൽ എന്താണ്? മ്യാൻമറിൽ എന്താ? മിലിറ്ററി ആണ് അല്ലെ. പട്ടാള ഭരണം. മ്യാൻമറിൽ എന്താ? മിലിറ്ററി റൂൾ ഇൻ മ്യാൻമർ അല്ലെ. അപ്പൊ ഈ കൺട്രികളിൽ കണ്ടില്ല എത്ര ഗവൺമെന്റുകൾ വരുന്നല്ലേ. ഭൂട്ടാനിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്, ഇന്ത്യയിൽ ഡെമോക്രസിയാണ്, ബ്രൂണയിലെ സുൽത്താനേറ്റ് ആണ്, മ്യാൻമറിൽ മിലിറ്ററി ആണ് അല്ലെ. Add more countries and the respective forms of government to the list. ഇനി കൂടുതൽ രാജ്യങ്ങളും അവിടുത്തെ ഗവൺമെന്റുകളെയും കണ്ടെത്തി എന്താക്കുക? നിങ്ങൾ ഈ ടേബിൾ എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് രാജ്യങ്ങൾ 4 രാജ്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഇനിയും രാജ്യങ്ങളുണ്ട് അല്ലെ. അവിടെയൊക്കെ എന്തൊക്കെ ഭരണങ്ങളാണ് നടക്കുന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ. വാട്ട് ആർ ദ ഡിഫറൻസ് among the forms of government listed above? എന്താണ്? മേൽ സൂചിപ്പിച്ച ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാണ്? The King of Bhutan and the Sultan of Brunei inherited power. എന്താണ്? ഈ ഭൂട്ടാൻ രാജാവും ബ്രുണൈ സുൽത്താനും എന്താണ്? ഈ പിന്തുടർച്ച അടിസ്ഥാനത്തിലാണ് അധികാരത്തിൽ വരുന്നത് അല്ലെ. അവരെന്താണ്? രാജാവിന്റെ മക്കള് അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാര് അങ്ങനെയാണ് എന്താക്കുന്നത്? ഈ രാജാക്കന്മാരും സുൽത്താന്മാരൊക്കെ ഭരണത്തിൽ വരുന്നത് അല്ലെ. These are examples of non-democratic forms of government. അപ്പൊ എന്താണ്? ഇതെന്താണ്? ഈ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകൾക്ക് എന്താണ്? ഇത് ഉദാഹരണമാണ് അല്ലെ. ഇത് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ലത് അല്ലെ. ഇത് പിന്തുടർച്ചയായിട്ട് വരുന്നതാണ് അല്ലെ. അവരുടെ മക്കള് അവരുടെ എന്താണ് കുടുംബക്കാർ അങ്ങനെയൊക്കെ രാജാവാകുന്ന എന്താണ്? അത് പിന്തുടർച്ചയായിട്ട് വരുന്നതാണ് അല്ലെ. അതെന്താണ്? നോൺ ഡെമോക്രാറ്റിക് സിസ്റ്റം ആണ് അല്ലെ. എന്താണ്? ഇവ ജനാധിപത്യേതര ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ് ഇത്. നോൺ ഡെമോക്രാറ്റിക് forms of government ആണ് ഇത് അല്ലെ. മിലിറ്ററി ഗവൺമെന്റ് ഈസ് ഓൾസോ ഫോം ഓഫ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. എന്താണ്? ഈ പട്ടാള ഭരണവും എന്താണ്? നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് അല്ലെ. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ മിലിറ്ററി ഗവൺമെന്റ് അല്ലെ. എന്താണ്? ഈ പട്ടാള ഭരണവും എന്താണ്? ജനാധിപത്യേതര ഗവൺമെന്റുകളിൽ പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഭൂട്ടാൻ എന്താണ്? കിങ്ങും സുൽത്താനേറ്റ് ഇതും പിന്നെ അതുപോലെ മിലിറ്ററി ഗവൺമെന്റ് ഒക്കെ എന്താണ്? നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് അല്ലെ. A non-democratic government is formed by an individual or a group of individuals who establish the power and rule the country according to their own interest. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയാ? ഈ പട്ടാള ഭരണവും ഇത് പറയുന്നുണ്ട് അല്ലെ. എന്താണ്? ഈ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് പെട്ടാണ് അല്ലെ. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് എന്ത്? ഈ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് എന്ത്? നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് നടത്തുന്നത് അല്ലെ. ഇന്ത്യയിൽ എന്താണ്? ജനാധിപത്യ ഭരണക്രമമാണുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ. ഇന്ത്യയിൽ എന്താ? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ആണ് അല്ലെ. യു ആർ അവെയർ ദാറ്റ് ഇന്ത്യ ഹാസ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ്. ഇന്ത്യയിൽ എന്താ? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ആണ് അല്ലെ. A government formed by the representatives of the people is called a democratic government. Analyze the features of democratic and non-democratic governments from the table given below. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. അപ്പൊ ഇന്ത്യയിൽ എന്താണ്? ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് അല്ലെ. അതിന് ഉദാഹരണമാണ് അല്ലെ. ജനപ്രതിനിധികൾ. ഈ ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ, ജനപ്രതിനിധികൾ, അവർ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്നും പറയുന്നു. ജനാധിപത്യ ഗവൺമെന്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെന്റുകളുടെയും സവിശേഷതകൾ എന്താണ്? ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ്? രണ്ടിതുണ്ട്. ഡെമോക്രാറ്റിക് ഗവൺമെന്റും ഉണ്ട്, നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റും ഉണ്ട്. രണ്ട് ഗവൺമെന്റ് ഉണ്ട് അല്ലെ. ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യ ഒക്കെ ഡെമോക്രാറ്റിക് ആണ് അല്ലെ. ജനാധിപത്യമായില്ല അല്ലെ. ജനങ്ങളുടെ ഇതിനനുസരിച്ചാണ് എന്താക്കുന്നത്? ഈ ഇന്ത്യ ഭരിക്കുന്നത് അല്ലെ. നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സുൽത്താനേറ്റും കിങ്ങും മിലിറ്ററി ഒക്കെ അല്ലെ, ഓരോ വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ കുറച്ച് ആൾക്കാരോ കൂടി ഭരിക്കുന്നതാണ് എന്ത്?
ഈ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ടീച്ചർ ഇങ്ങനെ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നോക്കാം, ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റും തമ്മിലുള്ളത് നോക്കൂ. ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഫോംഡ് ബൈ ദ റെപ്രസെന്റേറ്റീവ്സ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. എന്താണ് ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്? നമ്മൾ ഇന്ത്യയിലൊക്കെ ഇതാണ് അല്ലെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് അല്ലെ. ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്താണ്? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് അല്ലെ. ജനങ്ങളാണ് ഇവിടെ തെരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് എന്താണ് ആ പ്രതിനിധികളാണ് എന്താക്കുന്നത്? ഭരണം നടത്തുന്നത്. പക്ഷെ ഇവിടെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലോ പവർ ഈസ് പാസ്ഡ് ഓൺ ഹെറിഡിറ്ററിലി ഓർ ഈസ് ക്യാപ്ചേർഡ്. എന്താണ്? അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. അതാണ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഓക്കെ, ഇനി അടുത്ത നോക്ക്. ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആർ ലീഗലി എൻഷ്യൂർഡ്. എന്താണ്? ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി നൽകുന്നു, ഉറപ്പു നിൽക്കുകയാണ് അല്ലെ. എന്താണ്? ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ട് അല്ലെ. അതുപോലെ അവകാശങ്ങൾ എന്താണ്? നിയമപരമായിട്ടാണ് ഉറപ്പു നൽകുന്നത്, ലീഗലി ആണ് ഇൻഷ്യൂർ ചെയ്യുന്നത് അല്ലെ. പക്ഷെ നോൺ ഡെമോക്രാറ്റിക്കിൽ നോക്കിയേ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആർ ലിമിറ്റഡ്. കണ്ടോ? ജനങ്ങൾക്ക് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. കണ്ട് അല്ലെ. അപ്പൊ അതാണ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഇത് അല്ലെ. എന്താണ്? ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എന്താണ്? ലിമിറ്റഡ് ആണ് അല്ലെ. പിന്നെ അടുത്ത് നോക്കൂ. ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ റൂളേഴ്സ് ആർ സബ്ജക്ട് ടു ലോ. എന്താണ്? ഈ ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. നമ്മളെ എന്താണ് ഭരിക്കുന്ന ആൾക്കാരും എന്താണ്? ഈ നിയമത്തിനനുസരിച്ചാണ് ഭരിക്കേണ്ടത് അല്ലെ. പക്ഷെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലോ റൂളർ ഈസ് സുപ്പീരിയർ ടു ലോ ബിക്കോസ് ദ ലോ ഈസ് ഡിസൈഡഡ് ബൈ ഹിം. എന്താണ്? ഈ റൂളർ ഭരണാധികാരി നിയമത്തിന് അനീതനാണ് അല്ലെ. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. ഇവിടെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ എന്താ? അവർ തീരുമാനിക്കുന്നതാണ് നിയമം. ഓക്കെ, അപ്പൊ ഡെമോക്രാറ്റിക് ഗവൺമെന്റും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റും എന്താണെന്ന് മനസ്സിലായല്ലോ? നോക്കൂ. മേക്ക് എ നോട്ട് കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഫോംസ് ഓഫ് ഗവൺമെന്റ്. എന്താണ്? ഈ ഡെമോക്രാറ്റിക്കും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളുടെ സവിശേഷതകൾ എന്താണ്? കമ്പയർ ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. ഓക്കെ, യു ഹാവ് ലേൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ്. Majority of the nations have adopted the democratic system. This is mainly because of the merits of democracy compared to other forms of government. എന്താണ്? ഈ ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകൾ എന്താണ് സവിശേഷതകൾ നിങ്ങൾ മനസ്സിലാക്കി അല്ലെ. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഡെമോക്രാറ്റിക് ഭരണക്രമമാണ് അല്ലെ. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് അതിനുള്ള മേന്മകളാണ് ഇതിനുള്ള കാരണം അല്ലെ. ഇതിന് കാരണം. ഓക്കെ, ദെൻ ഇതിന്റെ മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. നമ്മളെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ മെറിറ്റ്സ് എന്താണ്? മേന്മകൾ എന്താന്ന് നോക്കാം. റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. എന്താണ്? റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രായം അല്ലെ. അപ്പൊ എന്താണ്? ആളുകളുടെ അഭിപ്രായം എന്താക്കുന്നത്? ഒരു റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, മാനിക്കുന്നുണ്ട് അല്ലെ. പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. എന്താണ്? ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്ക് എന്താണ്? സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യം എന്താ? സംരക്ഷിക്കുന്നുണ്ട് അല്ലെ. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്ട് ടു ദ സെയിം ലോ. എന്താണ്? ഈ റൂളേഴ്സും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ് അല്ലെ. ഭരണാധികാരികളും ജനങ്ങളും എന്താണ്? ഒരേ നിയമത്തിന് വിധേയരാണ്. അല്ല ഇപ്പോ ഭരിക്കുന്ന ആൾക്ക് വേറെ നിയമം, ഈ രാജ്യത്തുള്ള എന്താണ് ജനങ്ങൾക്ക് വേറെ നിയമം അല്ല അല്ലെ. എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമമാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ അത് റൂളർ ആയിക്കോട്ടെ പീപ്പിൾ ആയിക്കോട്ടെ രണ്ടാൾക്കും ഒരേ ശിക്ഷയായിരിക്കും ഉണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് എന്താണ്? വിധേയരാണ് അല്ലെ. റൂളേഴ്സ് ആർ ഇൻഡെപ്റ്റഡ് ടു ദ പീപ്പിൾ. എന്താണ്? ഈ റൂളേഴ്സ് എന്താണ്? ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അതാണ് എന്ത്? മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഓക്കെ, respects the opinion of the people, protects the freedom of individuals. Rulers as well as the people are subject to the same law. Rulers are indebted to the people. Then what type of country do you prefer to live in? ഈ reason. അങ്ങനെയാണെങ്കിൽ ഏത് തരം ഭരണ രൂപം നിലനിൽക്കുന്ന രാജ്യത്ത് ജീവിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ഏത് രാജ്യത്ത് നിൽക്കാനാണ് ഇഷ്ടം? ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ കീഴിൽ നിൽക്കാനാണോ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ കീഴിൽ നിൽക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അത് എന്താണ്, ഏതാണോ ഇഷ്ടം എന്ന് എഴുതിയിട്ട് എന്താക്കുക, അതിന്റെ റീസണും നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, നൗ you are familiar with the democratic and non-democratic forms of government. Examine the statements given below and give tick mark against the statement related to the democratic and cross mark against those related
to the non-democratic forms of the government. എന്താണ് ഡെമോക്രാറ്റിക് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകൾ നിങ്ങൾ പരിചയപ്പെട്ടു അല്ലെ. താഴെ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് പരിശോധിച്ച് ഈ ഡെമോക്രാറ്റിക്കുമായി ബന്ധപ്പെട്ടവയ്ക്ക് നേരെ ടിക്ക് അടയാളവും ഈ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടവയ്ക്ക് നേരെ എന്താണ് ക്രോസ് അടയാളവും രേഖപ്പെടുത്തുക. ഓക്കെ, നോക്കൂ. ഇത് ഇലക്ഷൻസ് ആർ ഹെൽഡ് പീരിയോഡിക്കലി. എന്താണ് കൃത്യമായ കാലപരിധിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതേതാണ്? അത് ഡെമോക്രാറ്റിക് ആണ് അല്ലെ. അത് ടിക്ക് ഇടുക അല്ലെ. പവേഴ്സ് പാസ്ഡ് ഓൺ ഹെറിഡിറ്ററിലി. എന്താണ് തലമുറകളിൽ നിന്ന് കൈമാറുന്ന ഭരണക്രമം. അതേതാ? നോൺ ഡെമോക്രാറ്റിക് ആണ് അല്ലെ. അത് ക്രോസ് ചെയ്യുക. ഓക്കെ. റോൾ ഓഫ് പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്. എന്താണ് ജനപ്രതിനിധികളുടെ ഭരണം. അതേതാണ്? റെപ്രസെന്റേറ്റീവ്സിന്റെ ഭരണം ഏതാണ്? ഡെമോക്രാറ്റിക് ആണ് അല്ലെ. അത് ടിക്ക് ഇടുക കേട്ടോ. റൂൾ ഓഫ് കിങ്, സുൽത്താൻ, മിലിറ്ററി ചീഫ്. രാജാവിന്റെ സുൽത്താന്റെ പട്ടാള മേധാവിയുടെ ഭരണം ഏതാണ്? നോൺ ഡെമോക്രാറ്റിക് ആണ് അല്ലെ. അത് ക്രോസ് ചെയ്യുക കേട്ടോ. ഇൻഡിവിജ്വൽ ഇവിടെ ക്രോസ് എന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രിവെയിൽസ്. എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യം ഏതാണ്? ഡെമോക്രാറ്റിക്കിലാണ് അല്ലെ. അത് ടിക്ക് ഇടുക കേട്ടോ. കൺട്രോൾ ഓവർ കോർട്സ്. എന്താണ് കോടതികൾക്ക് നിയന്ത്രണം. കോടതികൾക്ക് നിയന്ത്രണം ഏതാണ്? ഏതാ കോടതികൾക്ക് നിയന്ത്രണം? കോടതികൾക്ക് നിയന്ത്രണം ഏതാ? നോൺ ഡെമോക്രാറ്റിക് അല്ലെ. റെസ്പെക്ട് പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് ജനാഭിപ്രായം മാനിക്കുന്നു. അതേതാണ്? ഡെമോക്രാറ്റിക് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് അപ്പൊ ഇത് ടിക്കും ക്രോസ് ഒക്കെ ചെയ്തല്ലോ അല്ലെ. നോക്കൂ. ദ മോസ്റ്റ് പ്രൊമിനന്റ് ഫാക്ടർ ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ് ഫ്രം നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ് ഇസ് the rights they ensure. For ensuring a democratic life for the citizens, it is essential that their rights are protected. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഗവൺമെന്റുകളിൽ നിന്ന്, ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സിനെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് അല്ലെ. പൗരന്മാർക്ക് എന്താണ് ഈ സിറ്റിസൺസിന് അല്ലെ. സിറ്റിസൺസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. എന്താണ് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാളല്ലേ. ഒരാൾ ആ രാജ്യത്തെ സിറ്റിസൺ എന്ന് പറയുന്നത് അല്ലെ. രാജ്യത്തെ പൗരൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പൗരന്മാർക്ക് എന്താണ് ഈ ജനാധിപത്യ ഡെമോക്രാറ്റിക് ജീവിതം സാധ്യമാകണമെങ്കിൽ എന്താണ് അതിന്റെ റൈറ്റ്സും വേണം അല്ലെ. അതിന്റെ അവകാശങ്ങളും നിലനിൽക്കണം. ഓക്കെ, ദ ഫോളോയിങ് ആർ സം ഓഫ് ദ റൈറ്റ്സ് എൻഷ്യൂർഡ് ബൈ ദ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എന്താണ് ഈ ഡെമോക്രാറ്റിക് രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും റൈറ്റ്സ്. ചിലത് താഴെ കൊടുക്കുന്നു. റൈറ്റ്സ് അല്ലെ, അവകാശങ്ങൾ ചിലത് താഴെ കൊടുക്കുന്നു. എന്താണ് നമുക്കുള്ളത്? എന്താണ് റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഫ്രീഡം ഓഫ് സ്പീച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് അസോസിയേഷൻ, എന്താണ് സംഘടനാ സ്വാതന്ത്ര്യം. ഇതൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ലഭ്യമായ റൈറ്റ്സ് ആണ് അല്ലെ. കുറച്ച് റൈറ്റ്സുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഡു ദ പീപ്പിൾ ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ് എൻജോയ് ദീസ് റൈറ്റ്സ്. ഈ റൈറ്റ്സ്, ഈ അവകാശങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? The rights of people are effectively protected only in democratic countries. Observe the block given below. എന്താണ് ജനാധിപത്യ രാജ്യങ്ങളിൽ, ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ മാത്രമാണ് എന്ത് ഈ റൈറ്റ്സ് ഫലപ്രദമായി സംരക്ഷിക്കപ്പെടുകയുള്ളൂ അല്ലെ. തന്നിരിക്കുന്ന ഈ ബ്ലോഗ് കുറിപ്പ് വായിച്ചു നോക്കിയേ. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ഫറാബക്കർ അല്ലെ. I no longer dream about touring Spain or learning guitar. All I now long for is to stay alive. How is it to live without suppression, freely and in peace? I have never known it. Is it such a beautiful feeling? എന്താണ് ഈ സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും ഞാൻ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. എന്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി എന്നാണ് അല്ലെ. അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും അതറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത് എന്നാണ് ഈ എന്താണ് ഫദാബക്കർ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എന്താ? These are the words of 16-year-old Palestinian girl doomed to live in a war-torn country since her birth. എന്താണ് ഇപ്പോഴും ആ പലസ്തീനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണിത് അല്ലെ. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാബക്കറിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു.
ഇതുപോലെ സ്വാതന്ത്ര്യം, സമാധാനം, അവകാശങ്ങൾ എന്നീ പദങ്ങളുടെ അർത്ഥം എന്തെന്നറിയാത്ത ധാരാളം പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അല്ലെ. എന്താണ് അവളുടെ war has shattered all the dreams and hopes of Farah Bakr. There are a lot of people like a Farah living in this world who do not know what a peace, freedom and rights mean. What do rights mean? Rights are those conditions to be ensured by the state and the society for the better life and opportunities for its citizens to develop their talents and potentials. എന്താ അവിടെ പറയുന്നത്? ഇപ്പൊ ഈ ചെറുപ്പകാലം മുതൽ തന്നെ അല്ലെ, ബാല്യകാലം മുതൽ തന്നെ എന്താ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ ഫലസ്തീൻ കുട്ടിയുടെ വാക്കുകളാണ് ഇപ്പൊ മുകളിൽ തന്നത് അല്ലെ. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാ ബക്കറിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഇതുപോലെ സ്വാതന്ത്ര്യവും സമാധാനം, റൈറ്റ്സ് എന്നീ പദങ്ങളുടെ അർത്ഥം എന്തെന്നറിയാതെ ധാരാളം പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്താണ് റൈറ്റ്സ്? എന്താണ് അവകാശം? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണെന്ത്? അവകാശങ്ങൾ അല്ലെ. അപ്പൊ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Rights are those conditions to be ensured by the state and the society for the better life and opportunities for its citizens to develop their talent and potentials. എന്താണ്? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണെന്ത്? ഈ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. Governments take necessary steps for the protection of rights. For this, every country incorporates a list of rights in their constitution. This list is known as the Bill of Rights. The Bill of Rights in India is known by the name Fundamental Rights. കണ്ടോ? അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ സ്വീകരിക്കാറുണ്ട് അല്ലെ. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണെന്ത്? ഈ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെ, അവകാശ പത്രിക എന്ന് പറയും അല്ലെ. ഇന്ത്യയുടെ അവകാശ പത്രിക എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ. മൗലിക അവകാശങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എന്താണ്? പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണെന്ത്? ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്, ഈ ലിസ്റ്റ്. ഓക്കെ, ദെൻ ഇന്ത്യയുടെ അവകാശ പത്രികക്ക് എന്താണ് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ടീച്ചർ അത്രയ്ക്കും നന്നായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ടീച്ചർ ഇവിടെ ക്ലാസ് എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായി മനസ്സിലാക്കുക, എന്നിട്ട് നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ടീച്ചർ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.